വചനമൊഴി നവംബർ 25. വചനഭാഗം 1 തെസ്സലോനി 4:1-8, മർക്കോസിന്റെ സുവിശേഷം 5:25-34. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 12 വർഷമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരിലും നിന്ന് ഏറെ കഷ്ടപ്പാടുകൾ സഹിക്കുകയും അവൾക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും പ്രയോജനപ്പെട്ടില്ലെന്ന് മാത്രമല്ല, കൂടുതൽ മോശമാകുകയാണ് ചെയ്തത്. ഈശോയെ കുറിച്ച് കേട്ടിരുന്ന അവൾ ജനക്കൂട്ടത്തിനിടയിലൂടെ അവന്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ തൊട്ടു. കാരണം അവൾ പറഞ്ഞിരുന്നു, അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും. ഉടനെ അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ വ്യാധിയിൽ നിന്ന് സുഖം പ്രാപിച്ചിരിക്കുന്നെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു. ഉടനെ ഈശോ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നറിഞ്ഞ് തിരിഞ്ഞ് ജനമധ്യത്തിൽ നിന്നുകൊണ്ട് ചോദിച്ചു, ആരാണ് എന്റെ വസ്ത്രത്തിൽ തൊട്ടത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ജനക്കൂട്ടം നിന്നെ തിക്കിഞ്ഞെരുക്കുന്നത് കാണുന്നില്ലേ? എന്നിട്ടും ആരാണ് എന്നെ തൊട്ടത് എന്ന് നീ ചോദിക്കുന്നുവോ? ഇത് ചെയ്തത് ആരെന്ന് കാണാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് വന്ന് അവന്റെ മുമ്പിൽ വീണ് സത്യം മുഴുവൻ അവനോട് പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തിൽ പോകുക, വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക. ഈശോയിൽ സ്നേഹമുള്ളവരെ, 12 വർഷമായി രക്തസ്രാവം മൂലം ക്ലേശങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു സ്ത്രീ ഈശോ ഒന്ന് സ്പർശിക്കണമെന്നല്ല ആഗ്രഹിച്ചത്. ഈശോയെ ഒന്ന് സ്പർശിച്ചാൽ മാത്രം മതി, അവിടുത്തെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, താൻ സൗഖ്യം പ്രാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. വിശ്വാസത്തിന്റെ ആഴമാണ് നാം ഇവിടെ കാണുന്നത്. കർത്താവിന്റെ വസ്ത്രത്തിലെങ്കിലും ഒന്ന് തൊടാൻ ഭാഗ്യം ലഭിച്ചാൽ അനുഗ്രഹിക്കപ്പെടും. അവളുടെ വിശ്വാസത്തിന്റെ ആഴം ആണ് അവളെ സൗഖ്യപ്പെടുത്തിയെന്ന ഈശോയും പറയുന്നത്. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തിൽ പോവുക. ഈശോയെ വിശ്വാസത്തോടുകൂടി സമീപിക്കുന്ന ഏതൊരുവനും അവിടുത്തെ അനുഭവിക്കുവാൻ സാധിക്കും. ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തീക്ഷ്ണമായ ആഗ്രഹത്തോടെ വിശ്വാസ തീക്ഷ്ണതയിൽ വളർന്നു വരുവാൻ നമുക്കും പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.